ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ. ജീവിതത്തിലെ ഏത് ദുർബലമായ അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, തീവ്രമായ വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, ദൈവം നമ്മളെ നിഷേധിച്ച് കളയുകയില്ല എന്നുള്ളതാണ്. ലോകം മുഴുവൻ ചതഞ്ഞ ഓട, അതിൽ നിന്ന് പിന്നൊരു നാദവും വരാത്തതുകൊണ്ട് അതിനെ പുറത്തേക്ക് കളയുമെന്നുള്ളതാണ്. പുകയുന്ന തിരിയെയും പുറത്തു കളയും. എന്നാൽ ദൈവം അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുമെന്ന് തിരുവചനം വളരെ കൃത്യമായി നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ നോക്കൂ, ഏലിയാവിനെ നോക്കൂ. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ ഒരു ചതഞ്ഞ ഓടയെ പോലെ തകർന്നവനായി മരിക്കുവാൻ ഇച്ഛിച്ചിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവം തന്നെ തട്ടി ഉണർത്തുകയാണ്. തനിക്ക് ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, തന്നെ പുതിയ ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിക്കുന്നുവെന്നും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോസ്തലനായ പത്രോസിനെയാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിടുകയും പ്രാവുകയും ചെയ്തു. എന്നാൽ പെന്തക്കോസ്ത് ദിവസം ആ പുകയുന്ന തിരിയായിരിക്കുന്ന പത്രോസിനെ ആളിക്കത്തുമാറാക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. പത്രോസ് ഒരു തീപ്പന്തമായി, ഒരു തീജ്വാലയായി ദൈവം തീർത്തു. തീജ്വാലയാക്കി തന്നെ പിന്നീട് ഉപയോഗിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ തകർന്ന അവസ്ഥയിലാണോ? നിങ്ങൾ ഉടഞ്ഞ അവസ്ഥയിലാണോ? നീർന്ന അവസ്ഥയിലാണോ? ദൈവം നിങ്ങളെ തീപ്പന്തമാക്കുന്ന ദൈവമാണ്. അവന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.